ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ്. ഇത്തരത്തിലുള്ളൊരു കേസ് നിങ്ങൾ കേട്ടിരിക്കാൻ തന്നെയുള്ള സാധ്യത വളരെ കുറവാണ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ മെയ് 4, 2024 ഉത്തർപ്രദേശിലെ ബിജ്നോറിലെ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു വാട്സാപ്പ് മെസ്സേജ് വരികയാണ്. ഒരു വീഡിയോ ആയിരുന്നു അത്. പോലീസുകാർ ആ ഒരു വീഡിയോ ഫുട്ടേജ് കണ്ട് ആകെപ്പാടെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. അതിനുശേഷം ആ ഒരു നമ്പറിലോട്ട് അവർ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഒരു പയ്യനായിരുന്നു കോൾ എടുത്തത്. ആ പയ്യൻ പറഞ്ഞു, എൻ്റെ ബോഡി നിറയെ പാടുകളാണ്, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്നെ രക്ഷിക്കണം, എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം, ഞാനാകെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ പോലീസുകാർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങി നേരെ അങ്ങോട്ട് എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പയ്യൻ വാതിൽക്കൽ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഉടനെ തന്നെ ആ പയ്യനെയും കൊണ്ട് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോലീസുകാർ പോവുകയാണ്. അതിനുശേഷം ആരാണ് ഇത്തരത്തിലുള്ള ക്രൂരതകളൊക്കെ ചെയ്തതെന്നും എന്താണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ഈ ഒരു പയ്യനോട് ചോദിക്കുകയാണ്. ആ പയ്യൻ പറഞ്ഞ ഉത്തരങ്ങൾ കേട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ച് പേടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. പോലീസുകാർ പോലും പകച്ചു പോകുന്ന തരത്തിലുള്ള എന്തായിരുന്നു ആ ഫുട്ടേജിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്തൊരു കഥയായിരുന്നു ആ ഒരു പയ്യൻ പറഞ്ഞത്. ആ ഒരു പയ്യൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. ഉത്തർപ്രദേശിലായിരുന്നു 23 വയസ്സുള്ള മനൻ സെയ്ദി എന്ന് പറയുന്ന ആ ഒരു പയ്യൻ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ പയ്യൻ്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു പ്രൈവറ്റ് ഫേമിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ലൈഫൊക്കെ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോഴാണ് ഇവരുടെ ആ ഒരു ഏരിയയിൽ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം വരുന്നത്. അപ്പോൾ ഈ കല്യാണത്തിന് ഈ ഒരു പയ്യൻ പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് മെഹർ ജഹാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇയാൾ കാണുകയുണ്ടായി. ആ ഒരു ഏരിയയിൽ തന്നെയുള്ളൊരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. ഒരുപാടധികം ആളുകൾ ആ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. കോളേജിൽ 3rd ഇയറിലായിരുന്നു മെഹർ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സെയ്ദിക്ക് ഈ പെൺകുട്ടിനോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ തോന്നുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കാനായിട്ട് തുടങ്ങി. അതായത് ഈ പെൺകുട്ടി രാവിലെ കോളേജിൽ പോകുമ്പോഴും അതിനുശേഷം തിരിച്ചു വരുമ്പോഴും അങ്ങനെ പിന്നാലെ നടക്കാനായിട്ട് തുടങ്ങി. ഇത് മെഹറും നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പയ്യൻ എൻ്റെ പിന്നാലെയാണ് നടക്കുന്നത്, ഈ പയ്യൻ എന്നെ ഇഷ്ടമാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് 2 മാസത്തോളം തുടർന്നു. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ഈ സെയ്ദി കംപ്ലീറ്റ് ധൈര്യവും സംഭരിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ്. എനിക്ക് തന്നെ ഇഷ്ടമാണെന്നും അതുപോലെ തന്നെ രാജ്ഞിനെ പോലെ നോക്കിക്കോളാം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും സെറ്റാവുകയാണ്. അതായത് മെഹർ ഓക്കെ പറഞ്ഞു, ഇവർ പ്രണയിക്കാനും തുടങ്ങി. അതിനുശേഷം എല്ലാ കമിതാക്കളും ചെയ്യുന്നത് പോലെ തന്നെ പാർക്കിൽ ബീച്ചിൽ കറങ്ങി നടക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ അവർ പുറത്തോട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ അവരുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് ഏകദേശം 3 മാസം വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോവുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയിൽ മെഹറിൻ്റെ വീട്ടിൽ ചില സംഭവവികാസങ്ങളൊക്കെ നടക്കുകയാണ്. മെഹറിന് ഒരു കല്യാണാലോചന വരികയാണ്. അവരുടെ തന്നെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവിൻ്റെ ഒരു വിവാഹാലോചനയായിരുന്നു കേട്ടോ വന്നത്. മെഹറിനും പയ്യന് ഇഷ്ടമായി, അതുപോലെ തന്നെ പയ്യനും മെഹറിനെ ഇഷ്ടമായി. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു, നിശ്ചയവും കാര്യങ്ങളൊക്കെ നടന്നു. എന്നാൽ ഇതൊന്നും തന്നെ സെയ്ദി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുറേ നാളൊന്നും ഇത് മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ലല്ലോ. കോമൺ ഫ്രണ്ട്സ് ത്രൂ സെയ്ദി ഈ വിവരം അറിയുകയാണ് ഉണ്ടായത്. അപ്പോൾ ആളാകപ്പാടെ ദേഷ്യപ്പെട്ടു. ആ ഒരു എന്താ പറയുക, ദേഷ്യത്തിലും ഇതിലും ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മെഹറിൻ്റെ വീട്ടിലോട്ട് പോകുമായിരുന്നു. വീട്ടിലോട്ട് പോയിട്ട് പറഞ്ഞു, താനും മെഹറും തമ്മിൽ ഇഷ്ടത്തിലാണ്, ഈ ഒരു കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലി തമ്മിൽ പ്രശ്നമായി. അതായത് ഈ ഒരു സെയ്ദിയുടെയും അതുപോലെ തന്നെ മെഹറിൻ്റെയും ഫാമിലി തമ്മിൽ പ്രശ്നമാവുകയാണ്. അപ്പോൾ ഈ സെയ്ദി ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ കയ്യിൽ കുറേ ഫുട്ടേജസ് ഉണ്ടായിരുന്നു. അതായത് ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ഇൻറ്റിമേറ്റ് ആയിട്ട് ഉള്ള ഫോട്ടോസും വീഡിയോസും, അതായത് ഇവർ പ്രണയിച്ച് നടന്നിരുന്ന സമയത്ത് എടുത്തിരുന്ന എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ആൾ കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അത്രത്തോളമൊക്കെ ആയപ്പോഴത്തേനും ഈ കല്യാണം ഉറപ്പിച്ച ഫാമിലിയും അതേപോലെ തന്നെ മെഹറിൻ്റെ ഫാമിലിയും തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. അങ്ങനെ അവർ ആ ഒരു കല്യാണത്തിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ ഈ മെഹറിൻ്റെ റിലേറ്റീവ്സ് ചിന്തിച്ചത് എന്തായാലും ഇത്രത്തോളമൊക്കെ എത്തി, ഇനിയിപ്പോൾ വേറെ വിവാഹാലോചന ഒന്നും വരില്ല, ഇവരും സെയിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളൊക്കെയാണ്, അതുകൊണ്ട് തന്നെ ഈ 2 പിള്ളേർക്ക് അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതങ്ങ് നമുക്ക് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ നിശ്ചയം നടത്തുകയാണ്. അതിനുശേഷം കല്യാണത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. കല്യാണവും നടന്നു പോകും. അതിനുശേഷമാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് കുറച്ച് മാറി ഒരു വാടക വീടെടുത്ത് താമസിക്കുകയാണ്. ആ ഒരു ടൈം തുടങ്ങിയിട്ട് ഈ പയ്യനെ ഈ പെൺകുട്ടി ടോർച്ചർ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതായത് അത് വേണം, ഇത് വേണം, നീ അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുകയുണ്ടായത്. അപ്പോൾ ഈ പയ്യനെ ആദ്യ ടൈമിലൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഹർ ആവശ്യപ്പെടുന്ന എല്ലാം തന്നെ വാങ്ങിക്കൊടുക്കാനൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ പറയുന്നതെല്ലാം തന്നെ ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. എന്നാൽ ഇത് കുറഞ്ഞില്ല, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരികയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പയ്യൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. മെഹർ അത്യാവശ്യം നല്ല രീതിയിൽ പുകവലിക്കായിരുന്നു, അതുപോലെ തന്നെ കള്ളുടിക്കായിരുന്നു. അപ്പോൾ ഈ പയ്യൻ്റെ അടുത്ത് നിന്ന് ഒരു പാക്കറ്റ് സിഗരറ്റ്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മദ്യം കാര്യങ്ങൾ എല്ലാം ചോദിക്കായിരുന്നു. ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇത് വാങ്ങിയും കൊടുക്കുമായിരുന്നു. ഇവർ പ്രണയിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും സിഗരറ്റ് വലിയും കാര്യങ്ങളും അതുപോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിലുണ്ട് എന്നുള്ളത് ആ ഒരു പയ്യനും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല.
എന്നാൽ ഇതൊക്കെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് സെയ്തി എന്ന് പറയുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നില്ല. പതിയെ പതിയെ ആളൊരു അടിമയായി മാറുന്ന സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ ഇവർ ഇൻറ്റിമേറ്റ് ആകുന്ന ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിലും ഈ സ്ത്രീ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പയ്യന് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറി പറയാനും അതുപോലെ തന്നെ അടിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ അതേപോലത്തെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അതായത് സെക്ഷുവലിയും ടോർച്ചർ ചെയ്യാൻ തുടങ്ങി, മെൻ്റലിയും ടോർച്ചർ ചെയ്യാൻ തുടങ്ങി, ഫിസിക്കലിയും ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയ്ദിക്ക് മെഹറിനെ പേടിയാവുകയാണ്. അതിനുശേഷം ഈ പയ്യന് വീട്ടിൽ പോകാനുള്ള പേടി കൊണ്ട് ആൾ കൂടുതലായിട്ട് ഓഫീസിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. കൂടുതൽ ഓവർ ടൈം വർക്കൊക്കെ എടുത്തിങ്ങായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആൾക്കാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചോദിക്കാനുള്ളൊരു ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. ഈ മെഹറിനെ പേടിയായിരുന്നു. അതേപോലെ തന്നെ ആൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അടിമയെ പോലെ ആയിട്ട് ആളിങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുക ഒരു 3 മാസത്തോളം ഈ ഒരു സംഭവം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരികയാണ്. അതിനുശേഷം ഒരു കാര്യം സംഭവിക്കുകയുണ്ടായി. ഒരു ദിവസം ആൾ ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വരികയാണ്. ആൾക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവ് എടുത്തിട്ട് ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വന്നതാണ്. വീട്ടിലെത്തിയ ടൈമിൽ അവിടെ മെഹർ ഉണ്ടായിരുന്നില്ല, വീട് ലോക്ക് ചെയ്ത് കിടക്കായിരുന്നു. അപ്പോൾ തന്നോട് പറഞ്ഞിട്ടുമില്ല മെഹർ അവിടെ പോയി എന്നറിയുന്നതിന് വേണ്ടിയിട്ട് മെഹറിനെ ഇതേപോലെ തന്നെ കോൾ ചെയ്ത് ഇങ്ങോട്ട് പറയാണ്, എനിക്ക് വയ്യ, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്, നീ എവിടെയാണ്, വേഗം വരാനായിട്ട് പറയാണ്. അപ്പോൾ മെഹർ പറഞ്ഞു കൂളായിട്ട്, ഞാൻ താക്കോൽ അപ്പുറത്തെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് വാങ്ങിയിട്ട് വീട്ടിലെ വാതിൽ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നോ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മെഹറിൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ടും ഇയാൾ ചോദിച്ചു എവിടെയാണ്, എന്താണ് പരിപാടി എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അതിന് ഞാൻ പറയണമെന്നുള്ള രീതിയിൽ വളരെ അഹങ്കാരത്തോടുകൂടി സംസാരിച്ചു. എവിടെയാണ് എന്താണെന്നുള്ളതൊന്നും പറഞ്ഞില്ല, ഫോൺ കട്ട് ചെയ്തു. ഇയാൾക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആൾ ഇതേപോലെ തന്നെ പോയിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് താക്കോൽ വാങ്ങി വന്ന് വീട് ഓപ്പൺ ചെയ്ത് അകത്ത് കയറിയിരുന്നു. ഏകദേശം ഒരു മണിക്കൂർ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തോ ഒരു ബൈക്ക് വരുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഇയാൾ പുറത്തോട്ട് നോക്കുന്നത്. അപ്പോൾ ഒരു പയ്യൻ്റെ കൂടെ ബൈക്കിൽ മെഹർ വന്ന് ഇറങ്ങാനുണ്ടായത്. അതിനുശേഷം അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ പയ്യൻ ബൈക്ക് എടുത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ മെഹർ അതിനുശേഷം വീട്ടിലോട്ട് കയറി വന്നു. അപ്പോൾ ഇയാൾ മെഹറിൻ്റെ അടുത്ത് ചൂടാവാണ് ഉണ്ടായത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെഹറുമായിട്ട് കല്യാണം ഉറപ്പിച്ച പയ്യനായിരുന്നു അത്. ആ പയ്യൻ്റെ കൂടെ ആയിരുന്നു മെഹർ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നീ ഇവനുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ, അതുപോലെ തന്നെ എന്താണ് ചെയ്യണത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മെഹർ ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ വലിയ കാര്യമായിട്ടൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. ഈ പയ്യനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചൊന്നും പറയാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. അതായത് അങ്ങനെ ആകെപ്പാടെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ പിന്നീട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. ഇതേപോലെ തന്നെയുള്ള ടോർച്ചർ വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു ക്ഷമയുടെ ഒരു ലിമിറ്റ്. അതേപോലെ തന്നെ ഈ സെയ്ദിക്ക് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയെങ്കിലും തെളിവുണ്ടാക്കണം, എന്നാലും എനിക്കൊരു ഡിവോഴ്സ് കിട്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ എൻ്റെ തലക്കൊരു എന്നുള്ളൊരു ചിന്ത കൂടെ ആൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം ആൾ വീട്ടിൽ കുറച്ച് CCTV ഒളിപ്പിച്ച് വെക്കുകയാണ് ഉണ്ടായത്. അതായത് ഒരെണ്ണം അവരുടെ ബെഡ്റൂമിൽ, അതുപോലെ തന്നെ ഒരെണ്ണം ഹാളിൽ, ഒരെണ്ണം കിച്ചണിൽ ഒരാൾ ക്യാമറ വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഹറിന് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ കിട്ടുന്നത് എവിടെ വെച്ചാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചടിക്കും. അപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് റെക്കോർഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കാൻ മെയ് 3-ാം തീയതിയായി. അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മെഹർ ഈ സെയ്ദിൻ്റെ അടുത്ത് പറഞ്ഞു എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും മദ്യവും സിഗരറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ആ ഫുഡും കേക്കൊന്നും വാങ്ങേണ്ട, കേക്ക് വേസ്റ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സെയ്ദി ആണെന്നുണ്ടെങ്കിൽ മെഹർ പറഞ്ഞ പോലെ തന്നെ മദ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി വന്നു. ഇവർ രണ്ടുപേരും മദ്യപിക്കാനായിട്ട് തുടങ്ങി. ഈ സെയ്ദി കുറച്ച് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആൾ ഓഫാവും. എന്നാലും മെഹർ ഒരുപാടധികം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് ആ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നത്. അപ്പോൾ കുറച്ച് രണ്ടുപേരും ഇരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ സെയ്ദി ഓഫായിട്ട് ഇതേപോലെ തന്നെ ബെഡിൽ വീഴാണ് ഉണ്ടായത്. അപ്പോഴും മെഹർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ മെഹർ സെയ്ദിക്ക് ഒരു പോൺ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്, ഇതേപോലെ തന്നെ സെക്സ് ചെയ്യണമെന്ന് പറയുകയാണ്. എന്നാൽ ആൾക്ക് അതിനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് ദേഷ്യം വന്ന മെഹർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ്റെ ഡ്രസ്സ് മുഴുവൻ ഊരി മാറ്റി അതിനുശേഷം കട്ടിലിൽ കെട്ടിയിടുകയാണ് ചെയ്തത്. പിന്നീട് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. അത് വലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പയ്യൻ്റെ മേത്ത് വെച്ച് പൊള്ളിച്ചു. അപ്പോൾ ഈ പയ്യൻ അലറി വിളിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒന്നും മൈൻഡ് ചെയ്തില്ല. എന്തിനേറെ പറയുന്നു, ആളുടെ ജനനേന്ദ്രിയത്തിൽ വരെ വെച്ച് സിഗരറ്റ് വെച്ച് ഇങ്ങേറ്റ് ഈ ഒരു സ്ത്രീ പൊള്ളിക്കാണ് ഉണ്ടായത്. അതൊന്നും ആ പയ്യനെ താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താ പറയുക, അലറി വിളിച്ച് കരയായിരുന്നു. അതിനുശേഷം മദ്യപിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ത്രീ. പിന്നീട് മദ്യത്തിൻ്റെ മത്ത് കൂടിയിട്ട് അവർ ചെയ്തൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചത് പോരാതെ നേരെ അവർ അടുക്കളയിലോട്ട് പോയിട്ട് കിച്ചൺ നൈഫ് എടുത്തിട്ട് വന്നു. കിച്ചൺ നൈഫ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇയാളുടെ ലിംഗം മുറിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇയാൾ കാലുകൊണ്ടൊക്കെ ഇങ്ങനെ തട്ടി മാറ്റാനൊക്കെ കുറേ അധികം ശ്രമിച്ചു. അവസാനം എങ്ങനെയൊക്കെയോ കത്തി ആ കയ്യിൽ നിന്ന് പോവുകയാണ്. മെഹറാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഓഫായിട്ട് അവിടെ വീണ് കിടന്നുറങ്ങുകയും ചെയ്തു. ഇയാളുടെ മേത്തും മുറിവിൻ്റെയും അതുപോലെ തന്നെ സിഗരറ്റ് പൊള്ളിച്ചൊക്കെ പാടുകളുണ്ടായിരുന്നു. വേദന എടുക്കുന്നുണ്ടായിരുന്നെങ്കിലും ആൾ മദ്യപിച്ചത് കൊണ്ട് തന്നെ ആൾ ഇതേപോലെ തന്നെ ഓഫായി പോവുകയാണ്. എന്നാൽ കുറച്ച് രാവിലെ ആയപ്പോൾ ഇയാൾക്ക് ബോധം വരികയാണ്. അപ്പോൾ ഈ മുറിവുകളൊക്കെ വേദനിക്കാനായിട്ട് തുടങ്ങി, ഇയാൾ ഒച്ചെടുക്കാനായിട്ട് തുടങ്ങി. ആ ഒരു സൗണ്ട് കേട്ടിട്ടായിരുന്നു മെഹർ എഴുന്നേറ്റത്. മെഹർ എഴുന്നേറ്റപ്പോൾ ഇയാൾ ചോദിച്ചു, നീ ഇന്നലെ രാത്രി എന്താണ് ചെയ്തതെന്ന് കൊല്ലാൻ നോക്കായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. മെഹർ അപ്പോഴും വളരെ കൂളായിട്ട് തന്നെ
എന്താണ് ഇന്നലെ ഞാൻ രാത്രി നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണം എനിക്കൊന്നും ഓർമ്മയില്ല. എന്തായാലും നിൻ്റെ മേത്ത് കുറേ പാടുണ്ടല്ലോ, ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മെഹർ അവിടെ നിന്ന് പോയി. ആ ഒരു ടൈമിലാണ് ഇയാൾ മറ്റേ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും. ആ ഒരു ഗ്യാപ്പിൽ തന്നെ, അതായത് കിട്ടിയ ടൈമിൽ അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് അയച്ചു കൊടുത്തിട്ട് എന്നെ അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെയാണ് പോലീസുകാർ നേരെ അങ്ങോട്ട് എത്തുന്നതും ഈ ഒരു പയ്യനെ ഹോസ്പിറ്റലിലാക്കുന്നതും പിന്നീട് ഈ ഒരു ഫുട്ടേജിനെ കുറിച്ച് ചോദിക്കുന്നതും അപ്പോൾ ഈ പയ്യൻ നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നതും. അതിനുശേഷം മെഹറിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ആ ഒരു ടൈമിലൊക്കെയാണ് ഈ ഒരു കേസ് പിന്നെ പുറത്തോട്ട് വന്നത്. ഇപ്പോൾ എന്തായാലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെഹറാണെന്നുണ്ടെങ്കിൽ ജയിലിലുമാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.